നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ജീവിത തടസ്സങ്ങളെ മനസ്സിലാക്കാനും അതിനെ മറികടക്കാനും പരിഹാരം ചെയ്യാനുമുള്ള കാര്യങ്ങളടക്കം സാമ്പത്തിക ഭദ്രതയ്ക്കും കരിയർ സക്സസ്സിനും അതുപോലെ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ കണക്റ്റ് ചെയ്തെടുക്കുന്ന റീഡിങ്സ് ആണ്. ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളും നമ്മൾ ഈ ഒരു എനർജിയിൽ കണക്റ്റ് ചെയ്തെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്കുള്ള റീഡിങ്സാണ്. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് ഏത് രീതിയിൽ കൊണ്ടുപോകണം, എന്താണ് ഇനി വരാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ നിന്ന് മാറ്റം വരുത്തേണ്ടത്, എങ്ങനെയാണ് തടസ്സങ്ങളെ മറികടക്കേണ്ടത്, ഇതെല്ലാം നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ പുരോഗതി ഏറ്റവും കൂടുതൽ കാണേണ്ടത്. നമ്മളിലാണ് നമ്മൾ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള റീഡിങ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ നല്ല പോലെ പ്രാർത്ഥിച്ച് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു എനർജി, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വന്നതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിവൈനോട് നന്ദി ഉള്ളവരായിരിക്കണം. നന്ദി പറയണം. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പറയാനുള്ള ഇമോഷൻസ്, നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങളത് ഡിവൈനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പ്ലസ് ഒരു റൈറ്റ് ഹീലിംഗ് കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതിലൂടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളിൽ നിന്നും നെഗറ്റീവിനെ പുറത്ത് കളഞ്ഞ് പോസിറ്റീവിനെ നിറയ്ക്കാൻ ശ്രമിക്കുക. അതായത് നമ്മളുടെ മനസ്സിൽ കിടക്കുന്ന പെയിൻ അനുഭവിക്കുന്ന, അതായത് ട്രോമാസുകളായ കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്ത് കളഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം. നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇത് നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും നല്ലൊരു ഗൈഡൻസ് ആണ് കേട്ടോ. നല്ലപോലെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ചാണ് അറിയേണ്ടത്, കരിയറാണോ, ഫിനാൻസാണോ, ബന്ധങ്ങളാണോ, ഏതിനെക്കുറിച്ചാണ് അറിയേണ്ടതെന്നുള്ളത് പ്രാർത്ഥിച്ചെടുക്കുക കേട്ടോ. അതുപോലെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് ഈ ഒരു എനർജികളിലൂടെ നോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷങ്ങൾ, ഏത് സിറ്റുവേഷൻസിൽ നിന്നാണ് നിങ്ങൾക്ക് ബ്ലോക്കേജുകൾ വരുന്നത്, കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കറൻറ്റിലി തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എല്ലാം നമുക്ക് ഈ റീഡിങ്സുകളിലൂടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. അതായത് ഒരു പ്രഷ്യസ് എനർജിയാണ്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളിലൊരു വലിയൊരു പോസിറ്റിവിറ്റി, അതായത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കുള്ള ഒരു മാറ്റം, ഒരു പക്ഷേ ഒരു ലോട്ടറി ഭാഗ്യം, നമ്മൾ പറയാറില്ലേ പല എനർജിയിലും കാണുന്നത് പോലെ ലോട്ടറി ഭാഗ്യം, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ ഒരു ഗുഡ് ന്യൂസോ ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജിയാണ്. ലോട്ടറി ഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പോയി ലോട്ടറി എടുക്കുന്നതല്ല കേട്ടോ. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലഭിക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ആ ഒരു എനർജിയിൽ കണക്റ്റ് ചെയ്യുന്നത്. അതൊരു ഗുഡ് ന്യൂസ് ആവാം, നഷ്ടപ്പെട്ടു പോയത് എന്തെങ്കിലും തിരിച്ച് കിട്ടുന്നതാവാം, സാമ്പത്തികമാകാം, മറ്റെന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടതാവാം, അതല്ലെങ്കിൽ ചില വ്യക്തികളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നതാവാം. ഇത് ലോട്ടറി അടിച്ചുല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് പോസിറ്റീവ് വൈബ് എനർജിയോടുകൂടി കടന്നു പോകാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളോ തടസ്സങ്ങളോ മറ്റ് നെഗറ്റീവാകുന്ന വ്യക്തിബന്ധങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ നിങ്ങൾ കണക്റ്റ് ചെയ്താണ് പോയതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അതിനെയെല്ലാം മറികടക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെയധികം ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്, നിങ്ങൾ പോലും അറിയാതെ ചില സന്തോഷങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയാണ് കേട്ടോ. അതായത് നല്ലതും ചീത്തയുമാകുന്ന എന്ത് പ്രതിസന്ധികളെയും ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തരണം ചെയ്ത് കടന്നു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരു മാനേജിങ് പവറാണ് കേട്ടോ. അതായത് ധൈര്യത്തോടു കൂടി
എത്ര വലിയ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നു. നിങ്ങൾക്കൊരു കൺട്രോളിങ് പവർ വരുന്നു. അതായത് സാഹചര്യങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണ്. അത് കരിയർ പാതയിലായാലും ഇമോഷണലി ആയ ബന്ധങ്ങളിലായാലും അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലായാലും സാമ്പത്തികപരമാകുന്ന കാര്യത്തിലായാലും ഹെൽത്ത് പരമാകുന്ന, അതായത് നിങ്ങൾക്ക് ആരോഗ്യപരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് പോലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ കുറേ ആളുകളുടെ എനർജിയിൽ കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഏകദേശം നമുക്കൊരു ടൈം പറഞ്ഞാൽ ഒക്ടോബർ മാസക്കാരുടെയും അതുപോലെ തന്നെ ജൂലൈ മാസക്കാരുടെ എനർജിക്ക് ഇന്ന് വളരെയധികം കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു എനർജി നിൽക്കുന്നത് കേട്ടോ. ആ ഓഗസ്റ്റ് മാസക്കാരും ജൂലൈ മാസക്കാർക്കും ഈ ഒരു എനർജി ഇന്ന് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് മൂൺ എനർജി വരുന്നുണ്ട്. കുറച്ച് ആളുകളുടെ മാർച്ച് മാസത്തിൻ്റെയൊക്കെ എനർജിയിൽ നമുക്ക് മൂൺ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കരിയർ പാതയിലും ലൈഫിൽ എന്തെങ്കിലും സക്സസ്സിന് നിങ്ങൾ ഓൾറെഡി സക്സസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങളെയും നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഓൾറെഡി സക്സസ് ആയിട്ട് രണ്ടാമത് മറ്റൊരു സിറ്റുവേഷൻസിന് സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞതുപോലെ രണ്ടാമത് ഏതെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് രണ്ട് സിറ്റുവേഷൻസിലൂടെ കരിയർ പാതയിലാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടാവാം, നിങ്ങൾ രണ്ട് സാഹചര്യങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൊരു ശത്രുദോഷം, അതായത് ചെറിയ തടസ്സങ്ങൾ നിങ്ങളിൽ വരുത്തുന്നതായിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഡാർക്ക് എനർജി, അതായത് നമ്മൾ വളരെ തേജസ് ആയിട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു ഇടിവ് സംഭവിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ലിറ്റിൽ ഡൗൺ ടൈം എന്നൊക്കെ പറയും നമ്മൾ, വളരെ ചെറിയ രീതിയിലുള്ള ഒരു ലോസ് ഫീലിങ്സ്, അങ്ങനെ ഒരു എനർജി ഇന്ന് കണക്റ്റഡ് ആകുന്നുണ്ട്. അത് സാമ്പത്തികപരമാകുന്ന ചില ഇടപാടുകളെ ബേസ് ചെയ്താണ് കേട്ടോ. അതായത് ഫാമിലി പരമാകുന്ന ആളുകളുമായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്താവാം, പേരൻസുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നമാവാം, അതല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിൽപ്പെട്ട വ്യക്തികളുമായിട്ടുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നമാവാം, അതല്ലെങ്കിൽ കരിയർ പാതയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന എനർജിയിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ചില വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആവാം. അവിടെ ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു ലോസ് ഫീലിങ്സ് ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് കണക്റ്റഡ് ആകുന്നൊരു കാര്യമല്ല. ആ ഒരു കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാത്രം അതിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ എഫക്റ്റ് നിങ്ങളിൽ നിൽക്കുന്നുള്ളൂ. അത് കഴിയുമ്പം വീണ്ടും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും വീണ്ടും ഒരു ബ്ലെസ്സിങ്സിലേക്ക്, തെളിച്ചത്തിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആവുക തന്നെ ചെയ്യും. പക്ഷേ ആ ഒരു സാഹചര്യം നിങ്ങളെ കുറച്ചൊന്ന് പിടിച്ചുലയ്ക്കാൻ, അതായത് നിങ്ങളുടെ ആ ഒരു നിലനിൽപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രെങ്തിനെ ചെറിയ രീതിയിലൊന്ന് ഉലയ്ക്കാൻ സാധ്യതയുണ്ട്. അതായത് ആ ഒരു നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകുക, നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളതിനെ മറികടക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുന്നോട്ടേക്കുള്ള എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് ആ ഒരു മൂൺ എനർജി പ്രസൻസ് ചിലരിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസ പ്രകാരമൊക്കെ ആണെങ്കിൽ ദുർഗാദേവി ക്ഷേത്ര ദർശനം വളരെ നല്ലതായിരിക്കും. അവിടെ പറ്റുന്ന വഴിപാട് കാര്യങ്ങൾ കഴിക്കുന്നത് കേട്ടോ. കാരണം ആ ഒരു എനർജീനെ നിങ്ങൾക്ക് മറികടക്കാൻ പെട്ടെന്ന് സാധിക്കുന്നതായിട്ടും, പിന്നെ അല്ലാത്തവർക്ക് അന്നദാനം ചെയ്യുന്നതൊക്കെ ആ ഒരു മൂൺ എനർജി കണക്റ്റഡ് ആകുന്ന വ്യക്തികൾക്ക് നല്ലതായിരിക്കും. മാർച്ച് മാസത്തെ ബേസ് ചെയ്താണ് ആ ഒരു എനർജി പ്രസൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പേജ് ഓഫ് ഫണ്ട്സിൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സാമ്പത്തികപരമാകുന്ന ഇടപാടിൽ ഒറ്റയ്ക്ക് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന, ഒറ്റയ്ക്ക് നിങ്ങളുടെ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെന്തെങ്കിലും പ്ലാനിങ് ആസൂത്രണം ചെയ്ത് ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സാമ്പത്തികത്തിന് ചെറിയൊരു ഡിലേ എനർജി ഉണ്ട്. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സാമ്പത്തികത്തെ ആണെങ്കിൽ, സാമ്പത്തികപരമായിട്ട് ആരെങ്കിലുമായിട്ടൊരു കൊടുക്കൽ വാങ്ങലിന് വേണ്ടിയിട്ടാണെങ്കിൽ ചെറിയൊരു ഡിലേ എനർജിയുടെ സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സാമ്പത്തികം
അത് വളരെ നല്ല ഒരു എനർജി എന്നാണോ? അതായത് നമ്മൾ പറയുന്നത് പോലെ ലീഗൽ പരമാകുന്ന, അതായത് നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി മാത്രം കൈകാര്യം ചെയ്യുക. നിങ്ങളിലേക്ക് ഇത്രയും നാളായിട്ട്, കുറേ കാലങ്ങളായിട്ട് വരും എന്നാൽ അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. സാമ്പത്തികം കയ്യിലേക്ക് വരും, അല്ലെങ്കിൽ വരാനുള്ള എല്ലാ മാർഗങ്ങളും ഓപ്പൺ ആവും. അതുപോലെ നിങ്ങൾക്ക് ഫിനാൻസ് സ്റ്റക്ക് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണി അഫർമേഷൻസ് ചൊല്ലുന്ന വ്യക്തികൾക്ക് ആ സിറ്റുവേഷൻസിനെ മറികടക്കാൻ പറ്റുന്നുണ്ട്. അബണ്ടൻസിലേക്ക്, അതായത് ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പ്ലസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സാമ്പത്തിക ഭദ്രതയെ ഫോക്കസ് ചെയ്യുക. ഇനി നിങ്ങൾ മുന്നോട്ടേക്കുള്ളൊരു യാത്ര, ഇതിനകത്ത് കുറേ ആളുകളുടെ എനർജിയിൽ നിങ്ങൾ കരിയർ എനർജിയെ ഫോക്കസ് ചെയ്യുക. സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. സാമ്പത്തികപരമാകുന്ന ബ്ലോക്കേജ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികത്തെ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ കരിയറിന് പ്രാധാന്യം കൊടുക്കുക. സ്ട്രോങ് ആയിട്ടൊരു കരിയർ ഫീൽഡ് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ആ കരിയർ ഫീൽഡ് എന്തായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു ഉന്നതി വരാൻ പോകുന്നു എന്നുകൂടി നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ സ്റ്റക്കായിട്ടിരുന്ന സ്റ്റക്ക് എനർജി, സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ജീവിത ലൈഫിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ മറികടക്കുന്നതായിട്ടാണ് കേട്ടോ. ഒരു ഇമോഷണൽ അബണ്ടൻസ്, അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയോട് കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സമയമായി, അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് പറയാൻ പറ്റും. ഇതിനകത്തൊരു ഇൻഡ്യൂഷൻ എനർജിയുടെ പവർ കാണുന്നുണ്ട് കേട്ടോ. അതായത് നല്ലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇനി നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച പല സ്റ്റക്നെസ്സും പല രീതിയിലുള്ള പ്രോബ്ലംസുകളും നിങ്ങളുടെ വിധി മാറ്റിമറിക്കുന്നു. അതായത് നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആകുന്നു എന്നുകൂടി നമുക്ക് ഡിവൈൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇമോഷണൽ ബാലൻസിലേക്കാണ് നിങ്ങൾ മാറുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ നാളെ ആവട്ടെ എന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെ, അതായത് എല്ലാത്തിനും ഒരു പെൻഡിങ് വെച്ച് നിൽക്കുന്ന ക്യാരക്ടറുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഒരു ആക്ഷൻ പെട്ടെന്ന് എടുക്കാനുള്ള ആ ഒരു മടി, അതല്ലെങ്കിൽ ആ ഒരു കൂടുതൽ ആലോചിക്കുന്നത്, നെഗറ്റീവും പോസിറ്റീവും വന്ന തോട്ട്സുകളിൽ ഇങ്ങനെ പെട്ട് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയിൽ അബണ്ടൻസ് ആണ്. അതായത് വലിയൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ചിലരെ സംബന്ധിച്ചൊരു സെലിബ്രേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ഒരു സക്സസ്, ഒരു കുഞ്ഞ് സക്സസ് ആണെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് വിവാഹ തടസ്സമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഒരു സോൾ കണക്ഷൻസുമായിട്ട് നിങ്ങൾക്കൊരു സെലിബ്രേഷൻ, അതായത് ഒരു വിവാഹ ആഘോഷം, എല്ലാവരും ഒത്തുചേർന്ന ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന, നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എനർജി കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിവിടെ 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കർമ്മ എൻഡ് ആവുന്നുണ്ട് കേട്ടോ. ഒരു ഫെമിനിയൻ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കർമ്മ, ലേഡി പ്രസൻസ്, ഏതെങ്കിലും ഒരു ബന്ധത്തെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ളൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിലൂടെ നിങ്ങൾ ഒരു വഴിക്ക് നോക്കി ഒരു ഓൾഡ് ലേഡി ആവാം, അതല്ലെങ്കിൽ നിങ്ങളോട് ശത്രുതാഭാവത്തിൽ നിന്നൊരു ലേഡി പ്രസൻസ് ആവാം. നിങ്ങൾക്കൊരു കർമ്മ നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു കുറേ കാലങ്ങളായിട്ട്. ആ ഒരു കർമ്മ എനർജി അവസാനിച്ച് കേട്ടോ. ആ ഒരു പ്രതിസന്ധിയെ നിങ്ങൾ മറികടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി അവസരങ്ങൾ, പ്രോഗ്രസ് ഉണ്ടാവാൻ പോകുന്ന സിറ്റുവേഷൻസ്, ഒരു പക്ഷേ ചിലർക്കൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക്, ഒരു എയർ ട്രാവലിംഗ് എനർജിക്കൊക്കെ ഉള്ള ഒരു സമയമാകുന്നുണ്ട്. അതൊരു കർമ്മ എൻഡിങ് ആയ വ്യക്തികളിലാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജോ തടസ്സങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അതിന് പരിഹാരം ചെയ്തതിൻ്റെ ഫലമായിട്ടാവാം. മൂലക്ഷേത്രത്തെ ബേസ് ചെയ്തും നമുക്ക് ആ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. അത് മറ്റുള്ള മതസ്ഥർക്കാണെങ്കിലും നിങ്ങളുടേതാകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, നമ്മുടെ പൂർവികരുടേതാകുന്ന
ആ ഒരു മൂലസ്ഥാനമൊക്കെ പോയി അവിടെ വഴിപാട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടും കേട്ടോ. നിങ്ങൾ ഏത് വ്യക്തികൾക്കാണെങ്കിലും നമുക്ക് നമ്മളുടേതാവുന്ന ഒരു അടിസ്ഥാനമുണ്ട്. ആ ഒരു അടിസ്ഥാനപരമാകുന്ന സ്ഥലം നമ്മൾ വർഷത്തിലെങ്കിലും ഒന്ന് സന്ദർശിക്കണം. നമ്മുടെ പിതൃക്കൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രാർത്ഥന വഴിപാടുകൾ എല്ലാ മതസ്ഥിലുള്ളവർ അത് ചെയ്യണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പുരോഗതി വരും. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നമുക്ക് ആവശ്യമുള്ളത് ചെയ്യുകയും ചെയ്യണം. അധികമായാൽ അമൃതും വിഷമാകുമെന്ന് പറഞ്ഞാൽ ഒന്നും അധികമായി പോകരുത്, എന്നാൽ എല്ലാം പാകത്തിനുണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. കർമ്മ എനർജി ഹീലാവുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന വ്യക്തികൾക്ക് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 7 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നിച്ചു കൂടി ആലോചിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിന്ന വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. ആ ഒരു ചീറ്റിംഗ് സിറ്റുവേഷൻസ് ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആ നഷ്ടത്തെ നികത്താൻ പറ്റും കേട്ടോ. നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിനുള്ള ഒരു സൈൻ, ഒരു എന്താ പറയുക, ചിലപ്പോൾ ഈ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ നിങ്ങൾക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കിട്ടുന്നതായിട്ടാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. അത് ചിലപ്പോൾ ഈ മറ്റാരെങ്കിലും നിങ്ങൾക്ക് നൽകിയ ഗൈഡൻസും ആവാം കേട്ടോ. നിങ്ങളെ ഇന്ന രീതിയിൽ ഇന്ന വ്യക്തികൾ ചേർന്ന് ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗൈഡൻസ് ഒരു പക്ഷേ തന്നിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു ഡിവൈൻ പ്രസൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ മറികടക്കും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ വിജയത്തിനായിട്ടെന്ന് പറഞ്ഞ് നിന്ന വ്യക്തികളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ആ ഒരു ചീറ്റിംഗ് നേരിട്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണെങ്കിലും ആ ബന്ധങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പുറത്ത് കടക്കാനും ഡിവൈൻ സപ്പോർട്ട് നൽകുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഗ്രഹത്തോടു കൂടി, വളരെയധികം ഇൻസ്പിറേഷൻ എനർജിയോട് കൂടി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം, നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കൺഫ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു എനർജിയിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പാസ്റ്റിലുള്ള ഒരു ആഗ്രഹമായിരിക്കും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹ സാഫല്യം. അത് ഏത് രീതിയിലുള്ള എനർജിയും ആവാം കേട്ടോ. ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അംബീഷൻ, ഒരിക്കലും ഒരു പാഷൻ എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രഗിളിങ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫൈറ്റിംഗ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ, ഒരു സ്റ്റക്നെസ് കാണുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഉപേക്ഷിക്കാനും പറ്റുന്നില്ല, ആക്ഷൻ എടുക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു വലിയ ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡായി നിങ്ങൾക്കതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉള്ളൊരവസരം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്കൊരു ശത്രുഭാവം ഉണ്ടായിരുന്നു, ഡബിൾ എനർജി പ്രസൻസ്. ഒരു പക്ഷേ നിങ്ങൾ നശിക്കാൻ, നിങ്ങളൊരിക്കലും മുന്നോട്ട് ഉയരരുതെന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും നെഗറ്റിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പവർ ലോസിങ് മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മടുപ്പ്, തളർച്ച, ആഗ്രഹമില്ലായ്മ, എല്ലാത്തിനോടുള്ള വിരക്തി, ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറുകയാണ് കേട്ടോ. കാരണം കാലം ചേഞ്ചിങ് ആക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആക്കുന്നു. ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ കാലത്തിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഏകദേശം ഒരു 2026 സാമ്പത്തിക ഭദ്രതയിലേക്ക് കുറേ ആളുകളുടെ എനർജി എത്തിച്ചേരും. ഒക്ടോബർ മാസക്കാർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് നമുക്കിതിനകത്ത് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. കാരണം നിങ്ങൾക്ക് കാലം അനുകൂലമാവുകയാണ്. തീർച്ചയായിട്ടും വിശ്വസിക്കുകയല്ല, പ്രവർത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ കാത്തിരുന്നൊരു കാര്യം നിങ്ങളെ തേടി വരാൻ പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഒരു കപ്പ് ഓഫ് ലവ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രപ്പോസലിനൊക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസ്, പാസ്റ്റിലെ ഒരു ബന്ധവുമാവാം കേട്ടോ. അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു സോൾ കണക്ഷൻസ് ഫീൽ ചെയ്യുന്ന, അട്രാക്ഷൻ ഫീൽ ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഇല്യൂഷൻ എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് ആരെങ്കിലും ഇമോഷണലി കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ വശവും മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിൽ ചെന്ന് ചാടാവുള്ളൂ. മായാവലയത്തിൽ ചെന്ന് പെടരുത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല നിങ്ങൾ അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട്,
പക്ഷേ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. ലൈഫിൽ സേഫായിട്ട് പോകാൻ പറ്റണമെങ്കിൽ പിന്നീട് അത് നമുക്കൊരു ദുഃഖത്തിന് കാരണമാവാതിരിക്കാൻ പാകത്തിന് നമ്മൾ വളരെയധികം ബൗണ്ടറി ഇട്ട് ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക എന്നുകൂടി കാണുന്നുണ്ട്. ജസ്റ്റ് ഇന്ന് ചെറിയൊരു ഫൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടെ നിൽക്കുന്നവരായിട്ടോ കുടുംബത്തിലുള്ള വ്യക്തികളോ ആയിട്ടായിരിക്കാം. നിങ്ങൾക്ക് തന്നെയാണ് ഒരു വിന്നർ എനർജി കാണുന്നത്. അതായത് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം കാണുന്നത്. നിങ്ങളുടെ എഫേർട്ടിന് ചോദ്യം ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന വ്യക്തികളുമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നൊരു ഫൈറ്റിംഗ് എനർജി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ, നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ഡിവൈൻ ഇന്ന് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇംബാലൻസിങ് എനർജി ചിലരിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് വരിക കേട്ടോ. നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് വാല്യൂ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് അതനുസരിച്ച് ബാലൻസ് കാര്യങ്ങളെല്ലാം പോസിറ്റീവായിക്കോളും. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഫൊർഗീവനെസ് ആണ് കേട്ടോ. ഇമോഷണൽ പരമാകുന്ന, അതായത് ഒരു സ്നേഹബന്ധത്തെ ബേസ് ചെയ്ത് ഏത് ബന്ധങ്ങളായിക്കോട്ടെ ഒരു ഫൊർഗീവനെസ് കൊടുക്കേണ്ട സമയമാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ സ്റ്റക്കാക്കി കളഞ്ഞ ഒരു വ്യക്തി ബന്ധങ്ങളാവാം. കറക്റ്റ് ടൈമിംഗ്, അതായത് നിങ്ങളൊരു കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ഓക്കെ ആകുമെന്ന് ചിന്തിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഫൊർഗീവ്നെസ്സിൻ്റെ ആവശ്യമാണ് കേട്ടോ. ക്ഷമിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ ബാലൻസ് എല്ലാം പോസിറ്റീവായിട്ട് വന്നുകൊള്ളൂ കേട്ടോ. ലുക്ക് ഫോർ എ സൈൻ എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാനിങ്, ഫ്യൂച്ചറിലേക്കൊരു സ്റ്റാർ എനർജിയിൽ എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തികളെ സംബന്ധിച്ച് എന്തൊക്കെയോ സ്ഥാനമാനങ്ങളിലേക്കൊക്കെ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അത് ആ ഒരു സ്റ്റാർ എനർജിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആവുന്നുണ്ട്. ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള സൈനുകൾ, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൈൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് കേട്ടോ. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ കോൺഫ്ലിക്റ്റ്, കരിയർ പാതയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും മറ്റു വ്യക്തിബന്ധങ്ങളിൽ ഫൈറ്റിങ്ങും കോമ്പറ്റീഷനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രഗ്ലിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ്. ഈ ഒരു സമയം മാറും. നിങ്ങൾക്ക് നെക്സ്റ്റ് നല്ലൊരു ടൈമിംഗ് വരും. അതല്ലെങ്കിൽ ഇതിലും നല്ല മറ്റൊന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ ഒരു സമയം ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ചിങ് വരുത്താൻ സാധിക്കും. അതല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. നിങ്ങൾക്ക് വിഷമിക്കൊന്നും വേണ്ട, നല്ല ഒരു സമയമുണ്ട് എന്ന് കാണുന്നുണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ അടുത്ത തന്നിരിക്കുന്നത്. അതായത് ഒരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ, ജീവിതത്തിലേക്ക് ഒരു പുതിയ ഒരു തുടക്കത്തിന് ആഗ്രഹിക്കുന്നവരെ, ട്രാവലിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇനി മുതൽ അങ്ങോട്ടേക്ക് നല്ല പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ നോക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയമേ ഉണ്ടാവുള്ളൂ കേട്ടോ.